കതർ മണ്ഡപത്തിൽ വെച്ച് താലി കെട്ടുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് ബാത്റൂമിൽ പോയി വരാമെന്ന് പറഞ്ഞു പോയ വധുവാകട്ടെ സ്വർണവും പണവുമായി മുങ്ങി. വധു മാത്രമല്ല, വധുവിനൊപ്പം അമ്മയും മുങ്ങിയെന്ന വാർത്തകൾ പുറത്തുവരികയാണ്. സംഭവം ഇങ്ങ് കേരളത്തിലല്ല, അങ്ങ് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് നടന്നതെങ്കിലും നാളെ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലും ഇത്തരത്തിൽ ബാത്റൂമിൽ പോക്ക് നടന്നുകൂടാതില്ല. ഇനി ഈ സംഭവത്തെക്കുറിച്ച് കൂടുതലായി പറയുകയാണെങ്കിൽ, തൻ്റെ ആദ്യ ഭാര്യയെ നഷ്ടമായതിനെ തുടർന്ന് രണ്ടാം വിവാഹത്തിന് തയ്യാറായ 40-കാരനായ കമലേഷ് കുമാറിനെയാണ് വധുവും കുടുംബവും ചേർന്ന് പറ്റിച്ചത്. സംഭവത്തിൽ മുങ്ങിയ വധുവിനും അമ്മയ്ക്കും വേണ്ടി അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെ ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. അതേസമയം വിവാഹത്തിനുള്ള ചടങ്ങുകൾ നടക്കുന്നതിനിടെയാണ് സ്വർണ്ണാഭരണങ്ങളും പണവും എടുത്ത് വധു കടന്നു കളഞ്ഞതെന്നാണ് കമലേഷ് കുമാറും പറയുന്നത്. സീതാപൂരിലെ ഗോവിന്ദ്പൂർ ഗ്രാമത്തിലെ ഒരു കർഷകനാണ് കമലേഷ് കുമാർ. വിവാഹം ഉറപ്പിക്കാൻ വിവാഹ ബ്രോക്കർക്ക് 30,000 രൂപയാണ് ഇദ്ദേഹം കമ്മീഷനായി നൽകിയത്. ദാരാഹിയിലെ ശിവക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ. വിവാഹം ഉറപ്പിച്ചതോടെ യുവതിക്ക് സാരിയും മറ്റ് ആഭരണങ്ങളുമൊക്കെ കമലേഷ് കുമാറാണ് വാങ്ങി നൽകിയത്. ഇതെല്ലാം തന്നെ യുവതി സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. വിവാഹ ചടങ്ങുകളുടെ ചിലവടക്കം കമലേഷ് കുമാർ ആയിരുന്നു വഹിച്ചിരുന്നത്. തന്റെ അമ്മയോടൊപ്പമാണ് വധു വിവാഹത്തിനായി ക്ഷേത്രത്തിലെത്തിയത്. ചടങ്ങുകൾ ആരംഭിക്കെ തനിക്ക് അത്യാവശ്യമായി ബാത്റൂമിൽ പോകണം എന്നും ഇപ്പോൾ തിരിച്ചെത്താമെന്നുമായിരുന്നു യുവതി പറഞ്ഞത്. ഏറെ നേരമായിട്ടും തിരിച്ചു വരാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വധു പണവും ആഭരണങ്ങളുമായി മുങ്ങിയതാണെന്ന് മനസ്സിലായത്. തുടർന്ന് വധുവിന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും ഇതിനിടെ അമ്മയും മുങ്ങിയെന്നായിരുന്നു ലഭിച്ച വിവരം. ഇരുവരും പ്ലാൻ ചെയ്ത് മുങ്ങിയതാണോ എന്ന സംശയമുണ്ടെന്നാണ് കമലേഷ് കുമാറിന്റെ ബന്ധുക്കളടക്കം പറയുന്നത്. എന്നാൽ തങ്ങൾക്ക് ആരും ഇതുവരെ പരാതി നൽകിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. പരാതി നൽകിയാൽ അന്വേഷിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, തന്റെ കുടുംബത്തെ വീണ്ടും പുനർനിർമ്മിക്കാനാണ് രണ്ടാം വിവാഹത്തിലൂടെ താൻ ശ്രമിച്ചതെന്നും എന്നാൽ തന്റെ പ്രതീക്ഷയെല്ലാം തന്നെ നഷ്ടമായെന്നുമാണ് വരനും വ്യക്തമാക്കുന്നത്. അതേസമയം നിസാര കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിവാഹത്തിൽ നിന്നും പിന്മാറുന്ന നിരവധി സംഭവങ്ങൾ രാജ്യത്ത് പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിവാഹം എന്നത് ഭൂമിയിലെ സുന്ദരമായ പവിത്രമായ ബന്ധങ്ങളിൽ ഒന്നാണ്. എന്നാൽ വിവാഹം എന്ന പവിത്രമായ ചടങ്ങുകളിലാണ് ഇത്തരം ചില അഭ്യാസങ്ങളൊക്കെ കാട്ടി വധുവിന്റെയോ അല്ലെങ്കിൽ വരന്റെയോ ഭാഗത്തു നിന്ന് ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. വിവാഹം പെട്ടെന്ന് നടത്തപ്പെടുന്ന ഒരു ചടങ്ങല്ല എന്നിരിക്കവെയാണ് ഇത്തരം ചുറ്റിക്കളികൾ അവസാന നിമിഷം കുടുംബങ്ങളെ പോലും നാണക്കേടിലേക്ക് വലിച്ചിഴക്കുന്നത്. നിസാര കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും പലരും വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നത്. വിവാഹം എന്നത് രണ്ട് ജീവിതങ്ങൾ കൂടിച്ചേരുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ്. പരസ്പര വിശ്വാസവും സ്നേഹവും ബഹുമാനവും ചാലിച്ച് താലി കഴുത്തിൽ ചാർത്തുന്ന പവിത്രമായ വിവാഹം അത് മംഗളകരമായ ഒന്ന് തന്നെയാണ്. അത് മംഗളമായി തന്നെ നടക്കുകയും വേണം. എന്നാൽ ലക്ഷങ്ങളൊക്കെ മുടക്കി വിവാഹമൊക്കെ പൊടിപടിക്കുമ്പോൾ കല്യാണപ്രായം കഴിഞ്ഞിട്ടും സാമ്പത്തികത്തിന്റെ പേരിൽ വിവാഹം നടക്കാതെ പോകുന്ന എത്രയോ പെൺകുട്ടികളാണ് നമുക്ക് ചുറ്റിലുള്ളതെന്നും ഓർക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.